എല്ലാവർക്കും നമസ്കാരം. എൻ്റെ തന്ത വൈബ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. തന്ത വൈബിലേക്ക് സ്വാഗതം. ഞാനേ ഇന്ന് മൊത്തം ചടച്ച് ഇന്ന് ജിമ്മിൽ പോകാൻ രാവിലെ ആ വേഷമാണ്. രാവിലെ ജിമ്മിൽ പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു മഴ, അപ്പോൾ കുടയില്ലല്ലോ. അപ്പോൾ ചടച്ച് ഞാൻ തിരിച്ചു കയറി. ഞാൻ ചടച്ചു എന്ന് പറഞ്ഞത് എന്താ എങ്ങനായാലും പോവാത്ത സ്ഥിതിക്ക് എന്താണ് കൂടാന്ന് വെച്ച്. സമയം ഒരുപാടായിട്ടുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ തലേന്ന് സ്കൂൾ വിട്ട് വന്നിട്ട് പൂ പറിക്കാൻ പോകും. എന്നിട്ട് ഒരുപാട് പൂവ്, അതും ഇതും ഓരോ ടൈപ്പ് പൂവുകൾ. ഇപ്പോൾ അവിടെ പൂ കിട്ടണമെന്നില്ല കേട്ടോ. പിന്നെ രാവിലെ തൊട്ടാവാടി പറിക്കാൻ പോകും. അതൊരു മത്സരമായിരുന്നു. ആദ്യം പോകുന്ന ആൾക്ക് കൂടുതൽ കിട്ടില്ലല്ലോ. എന്നിട്ട് തൊട്ടാവാടി പറിച്ചു കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ചിത്രം വരച്ചതിൻ്റെ ഔട്ട്ലൈൻ ഇങ്ങനെ ഇട്ടു. അത് ഇന്നലെ ബാങ്കിൽ നിന്ന് സെക്രട്ടറി പറഞ്ഞിരുന്നു. പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു നീ. പിന്നെ തേക്കിൻ്റെ അന്നേരം എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ, അന്നേരം ആക്കിയിട്ട് ഔട്ട്ലൈൻ ഇടുക. ഇതൊക്കെ ഒരു രസമായിരുന്നു. ഇപ്പം അതിനൊന്നും ആർക്കും ടൈമും ഇല്ല. പിന്നെ ഇപ്പോൾ പറമ്പിൽ പോയാൽ പൂവൊന്നും കിട്ടണമെന്നില്ല. അങ്ങനെയുണ്ട്. പൂപ്പറിക്കാൻ പോരുമോ കമലസിന്ധു, അങ്ങനെ തോന്നല്ലേ? അതും ഞമ്മക്കറിയില്ല. കുറച്ച് മതി. ഇതിനാണ് ഇവിടുത്തെ. പക്ഷേ ഓണത്തിന് ഞാനിവിടെ ഉണ്ടെങ്കിൽ, അല്ല മനുഷ്യരുടെ കാര്യമല്ലേ, ഞാനിവിടെ പൂക്കളും. ഓണത്തിന് എൻ്റെ മെയിൻ പരിപാടി എന്തായിരിക്കും? കണ്ടുപൊടി ഞെട്ടണം. ആര്? ഞാൻ തന്നെ. ആര് ഞെട്ടാനാ? ആര് കാണാനാ? ഇത് ശരിക്കും ഇതിൽ ഒരു വോക്കൽ എൻഹാൻസ്മെന്റ് ഉണ്ട്. അത് ഓണാക്കി വെച്ചാൽ ഇപ്പം നല്ല ക്ലിയർ ഉണ്ടാവും. എനിക്കറിയാം. ഇന്ന് റോസാപ്പൂ നടുക്ക് വെക്കാം. വാനവില്ലേ പോരുകില്ലേ നമ്മളൊന്ന, അങ്ങനെ എന്തോ അല്ലേ. പാട്ടൊന്നും കേൾക്കേയില്ല, പാടിയില്ല. പണ്ടായിരുന്നെങ്കിലേ എന്തേനുരേ. പണ്ട് ഞാന് കോളേജിൽ നിന്ന് മ്യൂസിക് ക്ലാസ്സിന് വേണ്ടിയിട്ട് ശനിയാഴ്ച ക്ലാസ് കട്ടാക്കിന്ന് പോയി. ശനിയാഴ്ച കട്ടാക്കിയില്ലെങ്കിലും ശനിയാഴ്ച ഉച്ചയ്ക്കുള്ള ഇന്റർസിറ്റിക്ക് വേറെ ആരും പോരൊന്നുമില്ല, ഞാനൊറ്റയ്ക്ക് പോരും. ബാക്കിയുള്ളവരൊക്കെ ഏതെങ്കിലും ഒരു ഞായറാഴ്ച, സെക്കൻഡ് സാറ്റർഡേ ഉള്ള ഞായറാഴ്ച അല്ല, സെക്കൻഡ് സാറ്റർഡേ ഉള്ള ആ വീക്കിൽ വെള്ളിയാഴ്ച. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ക്ലാസ് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഞാൻ പോയി. മ്യൂസിക് ക്ലാസ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് മ്യൂസിക് ക്ലാസ്. പക്ഷെ ഗുരുക്കന്മാരൊന്നും ഒരു ശരിയില്ലേ. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എവിടെയും ഒന്നും ആവാതായിപ്പോയി. ഗുരുക്കന്മാർ ശരിയില്ല എന്ന് പറയാൻ കാരണം, നമ്മൾ ഇങ്ങനെ ഗീതം പഠിക്കും,
അല്ല സ്വരങ്ങളൊക്കെ പഠിച്ച് ഗീതൊക്കെ പഠിച്ച് ഏകദേശം ഒരു കീർത്തനൊക്കെ എത്തുമ്പോൾ ആ വന്നുകൊണ്ടുന്ന ടീച്ചർ മാറും, മ്യൂസിക് ടീച്ചർ. എന്നിട്ട് പിന്നെ പുതിയൊരാളായിരിക്കും വരിക. ഇത് ഈ പൈസ ഉണ്ടാക്കാന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ്. സ്ഥാപനം അങ്ങനെ ആയിരിക്കും, ഈ വരുന്ന ടീച്ചേഴ്സും അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നി. ആർക്കൊരു ആത്മാർത്ഥതയൊന്നുമില്ല. എന്നിട്ട് അവര് പിന്നെ ഞാൻ ഈ SLC കഴിഞ്ഞിട്ടാണ് മ്യൂസിക് ക്ലാസ്സിലൊക്കെ പോയത്. അത് കാരണമല്ല, സ്ഥിരമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും മതിയായിരുന്നു. പിന്നെ അത്രയും കൊല്ലം ഞാൻ പോയതിനൊരു കാര്യം ഇല്ലാതായതിന്റെ കാരണം പറയാം. ടീച്ചേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അവര് കീർത്തനൊക്കെ എത്തുമ്പോഴേക്ക് അവര് മാറും. എനിക്ക് തോന്നിയത് പിന്നെ അവർക്ക് കീർത്തനൊന്നും അറിയില്ലേന്ന് തോന്നിയിട്ട്. കീർത്തനൊക്കെ ഏകദേശം എത്തുമ്പോഴേ അവര് നിർത്തി പോകും. എന്നിട്ട് ഇവര് ഈ ക്ലാസ് നടത്തുന്നവർ വേറെ ആരെങ്കിലൊക്കെ എവിടെയെങ്കിലും സംഘടിപ്പിച്ച് കൊണ്ടുവരും. അവരും പിന്നെ എന്ത് ചെയ്യും, ഫസ്റ്റ് മുതൽ പഠിപ്പിക്കും. സരിഗമ പദനീസ പഠിപ്പിച്ചിട്ട് അവരെ ഏകദേശം ഇതേപോലെ ആകുമ്പോൾ ഞാനിപ്പോ എത്ര ആളെടുത്ത് പഠിച്ചു, ഒരേ സ്ഥാപനത്തിൽ തന്നെ എത്ര ആളെ ക്ലാസ്സിൽ ഇരുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു എണ്ണമൊന്നുമില്ല. എത്രയോ ആൾക്കാർ, ഒരു 4 or 5. അപ്പോഴേ എന്താണ് 4 or 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ലയനത്തിൽ പോയി. പിന്നെ എൻ്റെ അടുത്ത് പറ്റിയൊരു അബദ്ധം പറഞ്ഞാൽ ഞാൻ വയലിൻ ക്ലാസ്സിനൊക്കെ ചേർന്നു. വയലിൻ്റെ കേടായിപ്പോയി. വെറുതെ 16,000 രൂപയ്ക്ക് ഒരു വയലിൻ വാങ്ങി ഒരു കാര്യത്തിന് കൊടുത്തില്ല. അതെൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ്. മ്യൂസിക് ക്ലാസ്സിൻ്റെ പിന്നെ ഞാൻ അങ്ങനെ മാറി കളിച്ച് അവസാനം എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് സാധനം വേറെ. അതിപ്പോ പറഞ്ഞാൽ ബോറായിപ്പോ, അതുകൊണ്ട് നിർത്തിപ്പോയതാ. അല്ലെങ്കിൽ അതുകൊണ്ടെങ്കിലും ഒരു കാര്യമുണ്ട്. ഒരു കാര്യമില്ലാത്തൊരു ലൈഫായി പോയി. മ്യൂസിക്കെങ്കിലും മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടെങ്കിലും ഒരു ഉണ്ടാവുകയും. ഇപ്പൊ സമയമൊക്കെ ഒരുപാടായിട്ടുണ്ട്. വീട്ടിലുള്ളവരൊക്കെ പോയിട്ടുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ സംഭവം ഞാനത് ഇട്ടുകൊണ്ട് നിൽക്കൊന്നുമില്ല. അമ്മ അത് ഇടുമോന്ന് ചോദിച്ച അമ്മ അങ്ങ് പോയി. അതുകൊണ്ട് ഞാൻ ഇട്ടാണ്. ഇടുമെന്ന് ചോദിക്കുമ്പോ നമ്മള് ഇട്ടോളാന്ന് പറയും. എന്താ ഇടാന്ന് ചോദിച്ചാൽ ഞാനൊരു വട്ടം വരയ്ക്കും. കഴിഞ്ഞ ദിവസത്തിലേ അതുപോലെ ഇടുന്നതിനങ്ങനെ പ്രത്യേകിച്ച്. പക്ഷെ നമുക്ക് തിരുവോണത്തിന് ഷടക്കിടാം. ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ നടണമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നറിയില്ല. മുകളിൽ ഷീറ്റും കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് എങ്ങനെ കയറുകയെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എവിടെയെങ്കിലും നടണം എന്തായാലും. ആ മുമ്പിലുള്ള പറമ്പിൽ കുറച്ച് സൗകര്യം ചോദിച്ചാൽ അവിടെ നട്ടുകയും അവിടെ ഒന്ന് വൃത്തിയായി നിൽക്കുകയും ചെയ്യും. അവിടെ നട്ടാനുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയാം. അപ്പം ഇന്നലെ പൂവിട്ടൊന്ന് ആലോചിച്ചൂടാ. ഇന്നലെ ഇങ്ങനെ എനിക്ക് ഊരവേദന ഉണ്ടല്ലോ, കുനിഞ്ഞുകൊണ്ട് നിന്നിട്ടിട്ട് ഊര മാത്രല്ല, ഊരെ കയ്യും കാലും എവിടൊക്കെയോ വേദന വരും. ഊരേന്റെ വേദന അങ്ങനെ, ഊരവേദന വരുമ്പോ നമ്മൾക്ക് വേറെ വേദന വരില്ലേ, ഇത് കയ്യിലേക്കും. നമ്മൾക്കെന്നല്ല, എനിക്ക് അങ്ങനെ കയ്യിലേക്കൊക്കെ വരും വേദന. ഈ അടുത്ത് തുടങ്ങിയതാണ് പരിപാടിയൊക്കെ. എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല. എന്നാൽ ഞാൻ ഹെവി വെയിറ്റ് ലോഡ് ചെയ്യുന്നുണ്ട് ജിമ്മിന്ന്. അറ്റ് ലാസ്റ്റ് അതാണ്
അൺപ്രഡിക്റ്റബിൾ. എന്ത് സംഭവിച്ചാൽ വീഴുന്നവരെ ഞാൻ ജിമ്മിന് പോകും. ഞാൻ പണ്ട് കോളേജിൽ നിന്ന് ഞാനും ദിബിനും കൂടി ജിമ്മിന് പോവുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം കുറച്ച് ജിമ്മിന് പോയിട്ടുണ്ട്. എന്നിട്ട് അത് അന്ന് കാലുവേദന എന്തോന്ന് വന്നിട്ട് നിർത്തിയതാണ്. അന്ന് ഇഞ്ചുറി പറ്റുമ്പോഴേ നമ്മൾക്ക് പേടിയാവുമല്ലോ, അങ്ങനെ നിർത്തിപ്പോയത്. പക്ഷെ ഇനി അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയും. വാനവില്ലേ അപ്പൊ പൂടട്ടെ. പൂവൊക്കെ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇട്ടട്ടെ. ഈ പൂവൊന്ന് എടുത്ത് മാറ്റിട്ട്, ഈ പൂവാണെങ്കിൽ വീണ്ടും ഇട്ടാ. ഇതമ്മന്ന് കേട്ടോ. ഇതൊക്കെ നല്ല എങ്ങോട്ടെങ്കിലും ഇട്ടാൽ വളം വായിക്കോട്ടെ. എവിടെ കിടക്കട്ടെ. ഈ ചെടിയൊന്ന് വെട്ടി വൃത്തിയാക്കണേ. ഇനി വെള്ളം നനയ്ക്കാത്തോണ്ടായിരിക്കും ഒരു ഉഷാറില്ല. വെള്ളവും നനയ്ക്കാം. എന്നപ്പോൾ അതൊക്കെ ആക്ക പണി. ഈ എപ്പോഴും ആ വോയിസ് എൻഹാൻസ്മെൻറ്റ് ഓണാക്കാൻ മറന്നു പോകുന്നുണ്ട്. അത് മാറ്റുമ്പോൾ തന്നെ സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസമല്ലേ. പണ്ടിങ്ങനെ പൂടുമ്പോഴേ എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ തറ കെട്ടി, പിന്നെ എന്ത് വേണം, ഈ തുളസീൻ്റെ ഒരു ഇല ഇങ്ങനെ പറിക്കും. എന്നിട്ട് അതിലൊരു കല്ല് വെക്കും. എന്നിട്ട് തുമ്പപ്പൂ കിട്ടും. തുമ്പപ്പൂ മസ്റ്റ്. തുമ്പപ്പൂ കിട്ടാൻ തന്നെ ഇല്ല. എന്താണ് അതിൻ്റെ സംഗതി എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയും. ആകെ പറിക്കാണ്ട് ഒരു പൂവ് ഇത് മാത്രം. ഇതൊന്നൊരു പൂ പറിക്കും. അത് കാര്യത്തിൽപ്പെട്ട എന്നിട്ട് ഇവിടെ പൂടാ നമുക്ക്. അപ്പൊ ഇടട്ടെ. എന്തിടും? ആദ്യം നമ്മൾ എന്തായാലും സെന്ററിൽ കാണുന്നുണ്ടോ? വൈറ്റിടും. ഇതൊക്കെ മതി. എന്റെ വിട്ടാ മതി. ഇട്ടോ എന്നറിയിച്ചാ മതി. ഉറച്ചായിട്ടിട്ട് കാര്യം. വെറുതെ എന്റെ മോളിൽ പോയിട്ട് എന്ത് കാര്യം? എന്താ റോസൊക്കെ? റോസ് കുമ്മട്ടിക്ക ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക. അപ്പൊ ഇങ്ങോട്ട് നോക്കണം അല്ലേ? നിനക്ക് മതി. നെക്സ്റ്റ് വട്ടം ഇടാം. വട്ടം കുറച്ചുള്ളത്.
വട്ടം മതി. വട്ടാകുമ്പോൾ സിമ്പിളായിട്ട് പരിപാടി. മറ്റേത് പിന്നെ ഞാനൊരു പണി എടുക്കേണ്ടി വരും. അതിപ്പോൾ നിലവിൽ രണ്ടാമത്തെ വട്ടം. ഇനി മൂന്നാമത്തെ വട്ടം ബൈറ്റ് ഉണ്ട്. അത് വെച്ചിട്ടുണ്ട്. ഓ മലാളി, ഓ മലാളി, ഓ മലാളി, ഓ മലാളി. പാട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ. അതൊരു ആഗ്രഹമായിരുന്നു, ഒന്നും നടന്നില്ല. നമുക്ക് അങ്ങനെ പാടാൻ പറ്റുന്നില്ല, അങ്ങനെ പാടാൻ പറ്റൂല എന്ന് കഴിയൂല എന്ന് പറഞ്ഞാൽ സാധിക്കൂല എന്ന് പറഞ്ഞാൽ ആ സംഗതി ഇല്ലാതായി. പണ്ടും അങ്ങനൊക്കെ ഉള്ളത്. എന്നാലും മെച്ചപ്പെടുത്തണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ പിന്നെ ടച്ചേ പോയി. പാട്ട് പാടാനുള്ള മൂഡ് പോയി. പാട്ട് കേൾക്കാനുള്ള മൂഡ് പോയി. ഞാനിപ്പോ എന്താ ആലോചിച്ചെന്നറിയോ? അത് ആലോചിച്ചത് പറയാൻ പറ്റില്ല, അതാ പ്രശ്നം. പക്ഷെ ഞാൻ വേണമെങ്കിൽ പറയും. എനിക്കങ്ങനെ നാണം കെടുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി വെച്ച് അത് ബജാജിൽ EMI ഇട്ടിട്ട് അതിൻ്റെ അടവും തീർത്തിട്ട് തീർന്നിട്ടിപ്പോ ഒരു മാസമായി. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇനി ആ വാഷിംഗ് മെഷീൻ ഇവിടെ വെക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ വാഷിംഗ് മെഷീൻ്റെ കയറ് പോലും, ആ ബോക്സിന്റെ കയറ് പോലും പൊട്ടിച്ചിട്ടില്ല. ഇനി ആ പൊട്ടിച്ചാൽ വർക്ക് ചെയ്യുമെന്ന് പോലും അറിയില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ വാഷിംഗ് മെഷീൻ. സംഭവം എന്താ വെച്ചാൽ പ്ലംബിംഗ് ഒക്കെ ചെയ്യണം. ഇനി അത് ഇവിടെ വെക്കണമെങ്കിൽ വയറിങ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ അങ്ങനെ അങ്ങോട്ട് എടുക്കാൻ പൈസ വേണ്ടി. അതിൻ്റെ കയ്യിൽ ഒക്കുന്നില്ല. ഈ മാസം ഞാൻ അങ്ങനെ വിചാരിച്ച് ഒപ്പിച്ച് വെച്ചതേന് പൈസ. പക്ഷേ വണ്ടി കംപ്ലൈൻ്റ് ആയി, ഉണ്ടല്ലേ നിങ്ങൾ. അപ്പം ഇനിയിപ്പോൾ വണ്ടി നന്നാക്കാൻ നല്ലൊരു നിർബന്ധമൊക്കെ എടുക്കാമല്ലോ. അപ്പം വാഷിംഗ് മെഷീൻ മാസം കൂടി അവിടെ ആയി. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചത് ഒരബദ്ധമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിങ്ങനെ അത് കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. അനിയനോട്, ഏത് ഗൾഫുള്ള അനിയനോട് ഒന്ന് ചെയ്യുമോയെന്ന് ചോദിക്കുക. എന്നിട്ട് അവന് മാസത്തിൽ പൈസ കുറച്ച് അങ്ങോട്ട് കൊടുക്കാന്നൊക്കെ ഞാൻ ചിന്തിക്കും. പക്ഷെ കിട്ടൂല, നടക്കൂല. അതുകൊണ്ട് ഞാൻ അത് ചോദിക്കുന്നില്ല. ഒന്നെങ്കിൽ നമ്മൾ നല്ലവരാണ്, അല്ലെങ്കിൽ എല്ലാവരും നല്ലവരാണ്. ഞാൻ നല്ലതല്ല, അതുകൊണ്ട് കിട്ടില്ല. വെറുതെ ചോദിച്ച് അവൻ്റെ വായിക്ക് എടുക്കുന്ന കേൾക്കേണ്ടി വരും.
അതൊന്നല്ല ഇപ്പോൾ മിണ്ടാതെ നമ്മളെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ പൈസ തന്നെയാണല്ലോ പോവുക. വാഷിംഗ് മെഷീൻ്റെ ഒരു 10-25,000 കൂടെ പോകുന്നല്ലേ ഉള്ളൂ. വെച്ചാൽ എൻ്റെ വലിയ പൈസ തന്നെയാണ്. എന്നാലും നമുക്കുള്ള അഭിമാനം ആരെയും മുമ്പിൽ പണയം വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. സ്നേഹവും തേങ്ങയും നല്ല പണിയും എവിടെയും വലുതെന്ന് നമുക്ക് ജീവിതം കൊണ്ട് മനസ്സിലായി. അതുകൊണ്ട് അതൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാം. അതിപ്പം എന്നാലും പറയും ബുദ്ധിമുട്ടിച്ച്. അതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ പറഞ്ഞാലും നമ്മളിങ്ങനെ വിഷമിക്കുക എന്നുള്ളത് മറ്റുള്ളവരൊരു പ്രധാന സംഗതിയാണ്. അതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. വട്ടം നാരെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകും ഇന്ത്യയിൽ. അതാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. കാരണം ഞാനത്ര നല്ല മനുഷ്യനൊന്നല്ല. ഒരു സാധാ മനുഷ്യൻ. സാധാന്ന് പറഞ്ഞപ്പോഴാണ് കോമണറെ എടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൽ ഒരു മത്സരം നടക്കുന്നുണ്ടൊക്കെ ഞാൻ അറിഞ്ഞു. മറ്റേ അഗ്നി പരീക്ഷ ഞാൻ അറിഞ്ഞതല്ല. അതിലെ കോമഡി എന്താ അറിയോ? ഞാൻ ഉണ്ടായി. കോമഡി എന്താന്ന് വെച്ചാല് ഞാനും അതിൽ അപ്ലൈ ഇതൊക്കെ ആരോട് പറയാതെ ചെയ്ത പരിപാടി കിട്ടും. ഈ അഗ്നി പരീക്ഷ അല്ലേ, അഗ്നി പരീക്ഷയിലേക്ക് ഞാനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. കോമഡിയിലെ. പക്ഷെ അതെന്താന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് അതില് സാധാരണക്കാരല്ലായിരുന്നു. അതൊക്കെ വെറുതെ സാധാരണക്കാരിനെ കൊടുക്കും. 1-2 സാധാരണക്കാരുണ്ടാവുകയില്ലേ. എന്നാലും അവർക്കൊരു പ്രത്യേകത ഉണ്ടാവും. അല്ലാതെ നമ്മളെപ്പോലെ വെറും സാധാരണക്കാരൊന്നും അതിൽ അപ്ലൈ ചെയ്താൽ എനിക്കൊന്നും, ഞാൻ അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിൽ പോലും ഞാൻ പെട്ടിട്ടില്ല, വിളിച്ചിട്ട് പോലും ഇല്ല. അപ്ലൈ ചെയ്തല്ലോ, ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു പോലും വിളിച്ചിട്ടില്ല. കാരണം അവര് കാണാൻ പോലും ഒന്നും ഉണ്ടാവില്ല. അതാണ്. ഇനിയൊക്കെ പരീക്ഷ ഉണ്ടാവും നോക്കുക. ഞാനിനി കഴിക്കും. അപ്പോ രസല്ലേ, എത്തുമെത്താ മതി. എടുത്താല് നമ്മളെ തനിക്കോണം നാട്ടുകാരത്. ഞാനെന്താ അറിയോ, നാണക്കേടാവുമല്ലോ എന്ന് ഇനി മിണ്ടാൻ മതി. വാനവില്ല് തന്നെ മനസ്സിലേക്ക് മറ്റേ റിവ്യൂ കേട്ടിട്ട് പടത്തിന്റെ സംഗതി നിശ്ചയിക്കരുത് എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ ഏകദേശം റിവ്യൂ കേട്ടിട്ട് ഏകദേശം പടത്തിന്റെ ഒരു ഐഡിയ മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ കണ്ട പടങ്ങളൊന്നും അത്ര ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കണ്ടു നിൽക്കാന്ന് തോന്നിയ പടങ്ങള് എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞു വന്നത് മറ്റേ പടല്ലേ, ഖലീഫ. നമ്മളെ നാട്ടിൽ നിന്ന് എടുത്ത പടാണെന്ന്. അത് പോരാന്ന് കേട്ടു. അതുകൊണ്ട് കാണാൻ പോണ്ട. ഇനി ഓണത്തിന്റെ അടുത്ത പടം വരട്ടെ, ഏതോ നല്ലത് നോക്കിയിട്ടൊക്കെ പോകാം. പക്ഷെ രഞ്ജീവ് എല്ലാ പടങ്ങളും പോയി അല്ല, പടത്തിനോട് താല്പര്യമുള്ളവർക്ക് ഇപ്പൊ അങ്ങനെ പോയി കാണാം. പക്ഷെ എനിക്ക് അങ്ങനെ എല്ലാ പടങ്ങളും പോയി കാണണമെന്നില്ല. വെറുതെ പൈസ അവിടെ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് വിചാരിച്ച പോലെ രസമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കാണാൻ പോവില്ല. അല്ലെങ്കിൽ അത് കാണാൻ പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഖലീഫ തേഞ്ഞു ഗൈസ്. ഖലീഫ തേഞ്ഞു എന്നാണ് ഞാൻ കേട്ടത് ഗൈസ്. ഇന്നലെ മൊത്തം തന്നെ. ഇന്നലെ അവിടെ കിടന്നു ഉരുളി കൂടാൻ.
ഇപ്പം ആവശ്യമില്ലാതെ ഉള്ളതാണ്, അത് വേറെ വിഷയം. ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഇനിയിപ്പോൾ ജിമ്മിന് പോകുമ്പോൾ വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതിൻ്റെ കുറേ ദിവസം ലീവായില്ലേ. ഏകദേശം വെയിറ്റൊക്കെ എടുക്കാനായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നമ്മൾക്ക് പറ്റുന്നത് അതിനെ അങ്ങോട്ട് മസിൽ ബിൽഡ് ചെയ്ത് തേങ്ങാക്കണമെന്ന് വിചാരിച്ചല്ല, എന്നിട്ട് നടക്കണം. അതിന് വേണ്ടിയുള്ള പോക്ക് ചെയ്യുന്നു. അതും സമ്മതിക്കൂല സാഹചര്യം. ബൈക്ക് വാങ്ങാ തേങ്ങാണ് ഇങ്ങനെ സമ്മതിക്കാതിരിക്കാനുള്ള ഒരു കാരണങ്ങൾ ഉണ്ടാവും. ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിക്കുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുക. പക്ഷെ ഞാൻ ഇപ്പൊ നേരിട്ട് കണ്ട ഒരാളോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഇതിലിങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇൻട്രോവേർട്ടുകളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സംഗതി എനിക്ക് പിടിക്കും. നിങ്ങൾ ആരെങ്കിലൊക്കെ മുമ്പിലുണ്ട് എന്ന് കരുതി ഇങ്ങനെ സംസാരിച്ചു പോവുകയാണ്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ ചില സമയങ്ങളിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് പോകും. ഇതുണ്ടോ അങ്ങനെ ഇരുന്നിട്ട് ഇതിലൊക്കെ വേദന ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. ഇരുത്തത്തിന്റെ പൊസിഷൻ റെഡി അല്ലായിട്ടാണോ എന്തോ തേങ്ങ മാങ്ങയെന്നറിയില്ല. അതുപോട്ടെ, അടുത്ത ഞായറാഴ്ച എവിടെയോ ഒരു കാളപ്പൂട്ടുണ്ടല്ലോ. കാളപ്പൂട്ട് സംഗതി ശരി തന്നെയാണ്, കണ്ടെടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഞായറാഴ്ച ഇല്ലെങ്കിൽ തെണ്ടാൻ ഇറങ്ങുമ്പോ അങ്ങനെ പോയി ഇനി പോവുകയാണെങ്കിൽ അവസാനത്തെ റൗണ്ടിലേക്ക് അങ്ങനെ എത്താന്നല്ലാതെ നേരത്തെ അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. ഒന്നാഴ്ച പോയപ്പോലായി പോകും. കൂടുന്നുണ്ട് കണ്ട പൂവൊക്കെ അതിന്റെ വഴിക്ക് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. വലിയ വട്ടാക്കിണ്ട്. ഞാൻ ഇവിടെ ഉള്ള പൂ പറിച്ചില്ലട്ടോ, ഇതന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത്ര ഇട്ടാ മതി ശരിക്കും. ഇനി ഇത് പൂവ് അങ്ങനെ ഇടണം ഇങ്ങനെ ഇടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനങ്ങനെ ഒന്നിട്ടില്ല. എന്തെങ്കിലും ഒന്ന് കളറായി നിന്നോട്ടെ വിചാരിച്ചിരുന്നാണ്. വാനവില്ലേ ഇന്നലെ ഞാൻ പൂവിടാൻ പോയപ്പോ എനിക്ക് ചായയും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കളിച്ചിട്ടുണ്ട്. ചായയും കൊണ്ടുത്തരും, ഉച്ചക്ക് ചോറും തന്നിട്ടുണ്ട്. ഞാൻ പൂവിടുകയാണ്, ഞാൻ മാത്രം കൂടിയിട്ട് കേട്ടോ, എല്ലാരും കൂടിയിട്ട് ഞാനിപ്പോ ഈ വീഡിയോയിൽ പറയുന്നതുകൊണ്ട് ഞാൻ എന്ന് പറയാം. കണക്ക് കൂട്ടണ്ട, യാഥാർത്ഥ്യതല്ല, അതറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു.
നട 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 കാളേ നട നട നട. ഇവിടെ ഇങ്ങനെ ഈ മതിലില്ല, ആ മതിലൊക്കെ ഈ ചെടി ഞാൻ നട്ട് പിടിപ്പിച്ചതായിരുന്നു. അങ്ങനെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു. ആ ചെടി ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ ഇങ്ങനെ കാടാവില്ല, ആ ചെടിയിലുകൊണ്ട് പുല്ല് വളരൂല്ലേ. ഇപ്പോൾ അതൊക്കെ വെട്ടി ഒഴിവാക്കിയതുകൊണ്ട് എന്തായി, ഇവിടെ കാടായി. ഇത് നമ്മളെ സ്ഥലമല്ല, ആരോ സ്ഥലമാണ്. പക്ഷേ റോഡ് ഇങ്ങനെ, ഈ റോഡ് ഉണ്ടോ അവിടെ വരെ ചുറ്റിലും നട്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇപ്പോൾ എല്ലാം വെട്ടി ഒഴിവാക്കി എന്ന് പറയാം. അതുകൊണ്ട് എന്തായി, ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങനെ, അയ്യോ അങ്ങനെ മുടി മൊത്തം നല്ല കൊഴിച്ചിലാണ്. എന്താ ഇപ്പം ചെയ്യുക? ഞാനിന്ന് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാലേ, ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പൊട്ടിച്ചു. ടിക് ടിക് ടിക്. നമ്മളാരെയും ബുദ്ധിമുട്ടിക്കരുത്. ബുദ്ധിമുട്ടിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. വണ്ടി ഇല്ലേ നടന്നു പോവുക, അത്ര. അവിടെ എത്തി ബസ് ഇങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ. കുറേ കഴിഞ്ഞതിന് ശേഷമാണ് വന്നത് ബസ്. പിന്നെ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ വേറൊന്നുമില്ല. രാത്രി ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാളത്തെ പരിപാടിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കേ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, അതുകൊണ്ടാണ് ഇവിടെ നിർത്തുന്നത്. ബൈ.